പരാതി കൊടുത്ത രീതി വെച്ച് നോക്കണമെങ്കിൽ ഇവർ ക്യാമറ ചെക്ക് ചെയ്തെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഇവർ ഈ പോലീസ് സാറ് ഇതുവരെ ആ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അതിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സംശയമുണ്ട്. മൃഗങ്ങൾക്ക് പോലും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യവും വിലയും കൽപ്പിക്കുന്ന നമ്മുടെ നാട്ടിലാണ് വൃദ്ധയായിട്ടുള്ള 80 വയസ്സുള്ള ഭാരതി എന്ന പേരുള്ള അമ്മ കാണാതായിട്ട് ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞിരിക്കുന്നത്. ഈ ഒരു അമ്മ ഇന്ന് എവിടെയാണെന്നോ എവിടെ പോയെന്നോ ഈ ഒരു അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നോ ആർക്കും അറിയില്ല. നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ താമസക്കാരിയായിരുന്ന 80 വയസ്സുള്ള ഭാരതി എന്ന അമ്മയുടെ ഒരു മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയായിരുന്നു. ആ അമ്മയെ കാണാതായിട്ട് ഏതാണ്ട് 1.5 മാസം പൂർത്തിയായിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് അമ്മയുടെ ഇളയ മകൾ ഈ ഒരു വാർത്തയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിഷമങ്ങളും അവരുടെ ആവശ്യങ്ങളും. അവരുടെ ആവശ്യം എന്ന് പറയുന്നത് അവരുടെ അമ്മയെ കണ്ടെത്തുക, തിരിച്ച് കിട്ടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. ഭാരതി എന്ന് പറഞ്ഞിട്ടുള്ള ആ അമ്മയ്ക്ക് 4 മക്കളാണുള്ളത്. അപ്പോൾ അവരുടെ രമണി, രഘു എന്ന് പറഞ്ഞിട്ടുള്ള 2 മക്കൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പ്രതികരിക്കുന്നുണ്ട്. എൻ്റെ പേര് രമണി. എൻ്റെ അമ്മയെ കാണാതായിട്ട് 1.5 മാസമായി. ഇപ്പോൾ നമ്മളെ അമ്മയെ കാണാതായതിന് ശേഷം നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിട്ട് നമുക്ക് ഇതുവരെ ഒരു നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മളെ അമ്മയുടെ സഹോദരൻ്റെ മോളെ വീട്ടിൽ നിന്നാണ് അമ്മ ഇറങ്ങിപ്പോകുന്നത്. ആ ഇറങ്ങിപ്പോയതിന് ശേഷം 9ാം വാർഡിലെ മെമ്പറാണ് നമ്മളെ കൂടെ ഇറങ്ങി നമുക്ക് വേണ്ടി കുറച്ച് സമയമെങ്കിലും നമ്മളെ കൂടെ ഇറങ്ങി നമുക്ക് സഹകരിച്ച് നമ്മളെ കൂടെ നിന്നത്. അതുകൊണ്ട് ഈ എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അത് കണ്ടിട്ടില്ല. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തെന്നല്ലാതെ അതിൻ്റെ നീതി ഇന്ന് വരെ നമുക്ക് ഒരു നീതിയും കിട്ടിയിട്ടുമില്ല. നമുക്ക് നമ്മളെ അമ്മയെ കിട്ടാനുള്ള മാർഗം എന്താണെന്ന് നമുക്ക് കാണിച്ച് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് അമ്മയെ കിട്ടണം. 80 വയസ്സുണ്ട് അമ്മയ്ക്ക്. അമ്മ എവിടെയാണെന്നും ഏത് സ്ഥലത്താണെന്നും എങ്ങനെയാണെന്ന് പോലും ഇന്ന് വരെ നമ്മൾ അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ കിടന്ന് ഓടെയാണ്. നമ്മൾ പറയുന്ന സ്ഥലങ്ങളിലും നമ്മൾ ഈ എവിടെയെല്ലാം ആര് പറയും അവിടെ എല്ലാം നമ്മൾ പോയി തിരക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ അമ്മേനെ ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. പരാതി കൊടുത്തതിന് ശേഷം 2 പ്രാവശ്യം ഇവിടെ വന്നു. ആദ്യം വന്നത് SI ആണ് വന്നത്. അതിനുശേഷം ഈ കഴിഞ്ഞ ആഴ്ച വനിതാ പോലീസ് വന്ന് ഇതേപോലെ ഇവിടെ വന്ന് ചോദിച്ച് ഈ വീട് തുറന്ന് നോക്കിയിട്ട് നമ്മളിവിടെ ചോദിച്ച് അത് ഈ വീട്ടിനകത്ത് വസ്തുവിൻ്റെ പ്രമാണമല്ലാതെ എടുത്ത് കൊണ്ടുവന്ന് പണയപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് ചോദിച്ച് നമ്മൾ പറഞ്ഞു അതിനെ പറ്റിയൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നോക്കണമെന്ന് പറഞ്ഞിട്ട് ഇനി നമ്മളെ രീതിയിൽ അന്വേഷിക്കും, നിങ്ങളെ രീതിയിൽ അന്വേഷിക്കണേന്ന് പറഞ്ഞിട്ടാണ് പോയത്. മൊബൈൽ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യം നമ്മൾ നോക്കാം എന്നും പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അവസാനമായിട്ട് പറഞ്ഞത് അതാണ്. ഇതുവരെ അവർ പിന്നെ അതിനുശേഷം ഇന്ന് വരെ നമ്മളെ വിളിച്ചിട്ടുമില്ല, ഒരു കാര്യം പറഞ്ഞിട്ടുമില്ല, നമ്മളടുക്ക ചോദിച്ചിട്ടുമില്ല. പക്ഷെ ഇതിലിനി എന്താണ് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അറിയാനും പറ്റുന്നില്ല. ഈ സംശയങ്ങൾ കൃത്യമായിട്ട് പരാതിയായിട്ട് തന്നെ പരാതിയായിട്ട് തന്നെ നമ്മൾ വനിതാ പോലീസിനെ കൊണ്ടാണ് നമ്മൾ പറഞ്ഞ പരാതി വനിതാ പോലീസാണ് കൊടുത്തെങ്കിലും അതിലൊന്നും യാതൊരു ചോദ്യം നമ്മളടുക്ക ചോദിക്കാവട്ടെ അവർ അതിനൊന്നും മറുപടി നമുക്ക് പറഞ്ഞിട്ടുമില്ല. ഇത്രയും ദിവസമായിട്ട് അവർ ഇതുവരെ നമ്മളെ പിന്നെ വിളിപ്പിച്ചിട്ടുമില്ല. ആ പരാതി കൊടുത്ത രീതി വെച്ച് നോക്കണമെങ്കിൽ ഇവർ ക്യാമറ ചെക്ക് ചെയ്തെങ്കിൽ കണ്ടുപിടിക്കാമായിരുന്നു. പക്ഷേ ഈ പോലീസ് സാറ് ഇതുവരെ ആ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല. അതിൽ നമുക്ക് പൂർണ്ണമായിട്ടുള്ള സംശയമുണ്ട്. അതെന്തുകൊണ്ടാണ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ഇവർ ഇത് നോക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് അതിനെ പറ്റി നമുക്കൊന്നും അറിയാൻ വയ്യ. നീതി ലഭിക്കണമെന്ന് വെച്ചാൽ നമ്മളെ അമ്മയെ കണ്ടുപിടിച്ച് നമുക്ക് തരണം ജീവനോടെ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കൊടുത്ത പരാതി അനുസരിച്ച് നമ്മളെ ജീവനോടെ നമ്മളെ തള്ളയെ നമുക്ക് തിരിച്ചു കൊടുത്ത് തരണം. ഞാൻ സുനിതയാണ്, അപ്പുറത്തെ വീട്ടിലാണ് താമസിക്കുന്നത്. ഭാരതീയമ്മ പോയിട്ട് ഇത്രയും ദിവസമായി. ഭാരതീയമ്മനെ എവിടെ നിന്നായാലും നമ്മൾക്ക് ജീവനോട് അവരെ കിട്ടണം. വേറെ മക്കളോ ഒരു ബുദ്ധിമുട്ടും വിഷമവും കാരണം കുറെ ദിവസം കൊണ്ട് അവർ വീടിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. നേരം വെളുത്തവരൊന്നും കുടിക്കാനോ ഒന്നുമില്ലാതെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. അവരെ എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തി കിട്ടണം. പിന്നെ പോലീസിന്റെ അറിവിൽ നിന്ന് ഒരു വിവരം ഇതുവരെയും കിട്ടിയിട്ടില്ല. കേസ് അന്വേഷണം അങ്ങും അങ്ങോട്ട് തേച്ച് മാഞ്ഞു പോകുന്നതല്ലാതെ ഒരു വിവരവും ഇല്ല ഇതുവരെയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ നമുക്ക് കണ്ടു കിട്ടണം. എൻ്റെ പേര് രഘു. നമ്മൾ പോകാത്ത സ്ഥലമല്ല, ചെറിയ 5 ദിവസം പോയി. പിന്നെ ആറ്റിക്കാൽ, ഓച്ചറ, അങ്ങനെ പറയണ്ട. ആരെന്ത് പറയുന്നു അതിനൊപ്പം നമ്മളങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സംഭവം മെനങ്ങാന്ന് വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് മാത്രമേ ഈ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തമാണോ? പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തമല്ല. ഞാൻ ഇതുപോലെ പല ദിവസങ്ങളിലും പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് സാറേ എന്തരായി സാറേ
അത് നമുക്ക് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണങ്ങൾ പിന്നെ ഒഴിവാക്കണ്ട കേട്ടോ, നിങ്ങൾ അന്വേഷിച്ചോളി എന്നൊക്കെ അവർ പറയുന്നു. അങ്ങനെ അവസാനം അത് ഇന്നടുത്ത് നമുക്ക് പോകണം, മറ്റടുത്ത് പോകണം, മറിച്ചടുത്ത് പോകണമെന്ന് പറയാണ്ട് ഇവർ പറയണതല്ലാതെ എന്നെ കൊണ്ട് ഒരു സ്ഥലത്തും പോയിട്ടുമില്ല. ഇതുവരെയ്ക്കും അതിനുശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല. പിന്നെ മടുത്തിരിക്കുകയാണ്. പിന്നെ ഞാൻ സ്റ്റേഷൻ്റെ മുമ്പ് രാവിലെയും പോകും, വൈകിട്ടും ഒക്കെ ഞാൻ പോവുകയും വരെയൊക്കെ ചെയ്യും. അവർ കണ്ടാൽ പോലും മിണ്ടില്ല, എന്താണ് ഏതാണെന്ന് പോലും ചോദിക്കില്ല. എന്തിനാണ് പറയുന്നത്? നമുക്ക് അമ്മയെ കണ്ടുപിടിച്ച് തരാം, അവരെ കൊണ്ട് ഒക്കൂല എന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണം. നമ്മളെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം നമ്മൾ നിർത്തുമില്ല. പക്ഷേ ഇവരെ കണ്ടെത്തുന്ന വരെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവർ അന്വേഷിക്കാതെ ഇരിക്കുക ചെയ്യട്ടെ. ഇനിയിപ്പോൾ അതേ പറയാൻ പറ്റും, അല്ല അവരോട് എന്തൊരു പറയാൻ പറ്റും? നമ്മളെ കണ്ടാൽ പോലും ഇപ്പോൾ അവരും ഉണ്ടല്ലോ.